ഒരു മുസ്ലിം പള്ളി തകർത്തതിന് പ്രതികാരം ചോദിക്കാനായി ഹിന്ദു രാജാവായ സാമൂതിരി പോവുക. ആ ഹിന്ദു രാജാവായ സാമൂതിരിയും നായർ പട്ടാളവും മുസ്ലിം സമൂഹത്തിന് വേണ്ടി പ്രതികാരം പോർച്ചുഗീസുകാരോട് ചോദിക്കുകയും പോർച്ചുഗീസുകാരുടെ കോട്ട തകർത്ത് അതേ തടിയും ഇഷ്ടികയും കൊണ്ട് ആ മുസ്ലിം പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇതാണ് ഏറ്റവും മനോഹരമായ നമ്മുടെ ചരിത്രവും പാരമ്പര്യവും. ഇത് ടൈംസ് ഓഫ് ഇന്ത്യയിലെ രാജീവ് KR വളരെ മനോഹരമായി കവർ ചെയ്തിട്ടുമുണ്ട്. ആ മസ്ജിദ് പോരാട്ടം കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ട ഏടുകളിലൊന്നാണ്. 1510 പോർച്ചുഗീസ് ആക്രമണത്തിൽ ചരിത്ര പ്രസിദ്ധമായ മിഷ്കൽ പള്ളിയെ സാമൂതിരി സംരക്ഷിക്കുന്നത്. അതിനുശേഷം പോർച്ചുഗീസ് ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് ഈ പള്ളി പുനർനിർമ്മിക്കുകയും ചെയ്തു. ഇന്നും അതിന്റെ ആദരസൂചകമായി റംസാന്റെ 22-ാം ദിവസം മുസ്ലിം സമൂഹത്തിലെ പ്രതിനിധികൾ, ഖാസിമാർ ഇവരെല്ലാം സാമൂതിരിയുടെ പിൻതലമുറക്കാരെ സന്ദർശിക്കുകയും ആ നന്ദിയും സ്നേഹവും പുതുക്കുകയും ചെയ്യുന്നുണ്ട്. 1510 സംഭവം എന്ന് പറഞ്ഞാൽ അൽഫോൺസ ഡി അൽ ബുക്കർക്കിന്റെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് സൈന്യം മിഷ്കാൽ പള്ളി ആക്രമിക്കുകയാണ്. ആ മിഷ്കാൽ പള്ളി കത്തിക്കാൻ ശ്രമിക്കുമ്പോൾ അന്നത്തെ സാമൂതിരിയുടെ 500 അംഗ സൈന്യം, പ്രധാനമായും നായർ പട്ടാളക്കാർ, നായർ യോദ്ധാക്കളാണ്. ആ നായർ യോദ്ധാക്കൾക്കൊപ്പം മുസ്ലിം സമൂഹം കൂടി ചേർന്നുകൊണ്ട് പോർച്ചുഗീസുകാർക്കെതിരെ അതിശക്തമായി പോരാടുക. ആ പള്ളി സംരക്ഷിക്കുന്നതിനായി ഒരുപാട് പട്ടാളക്കാരുടെ, നായർ യോദ്ധാക്കളുടെ ജീവൻ പോലും നഷ്ടപ്പെടുകയുണ്ടായി. എന്നാലും പള്ളിയുടെ ഒരു ഭാഗം കത്തിക്കാനും അതിന്റെ പ്രസംഗപീഠം അല്ലെങ്കിൽ മിഹ്റാബ് പോർച്ചുഗീസുകാർക്ക് നശിപ്പിക്കാനും കഴിഞ്ഞു. ഇതിൽ അറബ് വ്യാപാരി കൂടിയായ നഖൂദ മിഷ്കൽ ഈ പള്ളി സ്ഥാപിച്ച ആക്രമണത്തിൽ ഇന്നും അതിന് ഒരുപാട് മുറിവുകളും മറ്റുമുണ്ട്. എന്നാൽ ഇതിന് അതിശക്തമായ രീതിയിൽ തിരിച്ചടിയും മറ്റും നൽകുകയും മുസ്ലിം സമൂഹവും സാമൂതിരിമാരും തമ്മിലുള്ള നല്ല ബന്ധം തകർക്കാനാണ് പോർച്ചുഗീസുകാർ യഥാർത്ഥത്തിൽ ശ്രമിച്ചത് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. അതായത് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ കുട്ടിച്ചിറ എന്ന് പറയുന്നതിൽ ഒരുപാട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ താമസിക്കുന്ന സ്ഥലമാണ്. അവിടെ ഭഗവാൻ കാളികുണ്ട് പാർശ്വനാഥ ജൈന ക്ഷേത്രമുണ്ട്, ഗുജറാത്തി ക്ഷേത്രമുണ്ട്. എല്ലാ സമുദായങ്ങളും സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ മിഷ്കാൽ സമൂറിൻ ബന്ധത്തിന് ഒരുപാട് ചരിത്ര പ്രാധാന്യമുണ്ട് എന്ന് പല ചരിത്രകാരന്മാരും സൂചിപ്പിക്കുന്നതിൻ്റെയും മറ്റും പ്രാധാന്യം ഇതാണ്. സാമൂതിരിയുടെ സൈന്യം പിന്നീട് പോർച്ചുഗീസുകാരെ തകർത്ത് ചാലിയം കോട്ട പിടിച്ചെടുക്കുകയും അത് ഇന്ത്യയിൽ യൂറോപ്യന്മാർ നേരിട്ട ആദ്യ പരാജയങ്ങളിൽ ഒന്നായിരുന്നു. ആ കോട്ട പൊളിച്ചു മാറ്റി പ്രതീകാത്മകമായി മിഷ്കാൽ പള്ളി നന്നാക്കാൻ സാമൂതിരി അതിൽ നിന്ന് കോട്ട ഇഷ്ടികയും തടിയും ഒക്കെ നൽകിയ ചരിത്രമുണ്ട്. യഥാർത്ഥത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഇന്ത്യയുടെ ചരിത്രം, കേരളത്തിന്റെ ചരിത്രം, ഭാരതീയ പാരമ്പര്യം ഇതാണ്. പോർച്ചുഗീസുകാരിൽ മുസ്ലിം പള്ളിയെ ആക്രമിക്കും. യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർ, പറങ്കികൾ, വാസ്കോഡ ഗാമ ഇവിടെ വന്നപ്പോൾ ആദ്യം ശ്രമിച്ചത് ഈ ഹിന്ദു മുസ്ലിം വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ ആദ്യം ആക്രമിക്കുന്നത് തന്നെ മക്കയിലേക്ക് പോയ, വിശുദ്ധ മക്കത്തേക്ക് തീർത്ഥാടനത്തിന് പോയ മുസ്ലിം കപ്പലിനെ ആക്രമിക്കാനാണ്. അതിനുശേഷം നായർ പട്ടാളക്കാരെ ആക്രമിക്കുന്നു, നമ്മളെ ദ്രോഹിക്കുന്നു. ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നും ആഗ്രഹിച്ചത് ഹിന്ദു മുസ്ലിം ഐക്യം തകർക്കാനാണ്, അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഐക്യം തകർക്കാനാണ്, സാമുദായിക സൗഹാർദ്ദം തകർക്കാനാണ്. അങ്ങനെ ഒരു മുസ്ലിം പള്ളി തന്റെ നാട്ടിൽ നശിപ്പിച്ചപ്പോൾ അത് തന്റെ നാടിനേറ്റ, തനിക്കേറ്റ, ഈ നാടിനും സംസ്കൃതിക്കുമേറ്റ പരാജയ അല്ലെങ്കിൽ തിരിച്ചടിയായി കണ്ടുകൊണ്ട് അതിന് പ്രതികാരമായി പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയ സാമൂതിരിയും ആ നായർ പട്ടാളവുമാണ് ഭാരതത്തിന്റെ പാരമ്പര്യത്തെ, മതസൗഹാർദ്ദത്തിന്റെ ആത്മാവിനെ ഉയർത്തിപ്പിടിക്കുന്നത്. വളരെ നല്ല കവറേജ് ചെയ്ത ടൈംസ് ഓഫ് ഇന്ത്യക്കും ഈ മിഷ്കാൽ പള്ളിയുടെ ചരിത്രം പറഞ്ഞു തന്ന രാജീവ് KRനും പ്രണാമങ്ങൾ അർപ്പിക്കുന്നു. ഇതേപോലെ നമ്മുടെ ചരിത്രത്തിന്റെ ആവേശോജ്വലമായ ഒരുപാട് ഏടുകളുണ്ട്. ആ ഏടുകൾ ഓർമ്മിക്കാനും സ്മരിക്കാനും മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയട്ടെ. ഇതാണ് ഇന്ത്യയുടെ പൈതൃകം, ഇതാണ് മതസൗഹാർദ്ദം, ബഹുസ്വരത, ഇതാണ് നമ്മൾ ലോകത്തിന് മുമ്പിൽ കാണിക്കുന്ന നമ്മുടെ ഏറ്റവും വലിയ ക്വാളിറ്റി.